കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ ദൈവശക്തി നമുക്ക് ഏറ്റെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലത്ത് അമിത ബലമില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മശക്തിയില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആകയാൽ കർത്താവിൽ നിന്ന് പ്രാപിക്കൂ, ദൈവസാന്നിധ്യത്തില് മറവിലായിരിക്കൂ, ദൈവശബ്ദം കേൾക്കൂ. ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാവണം. ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന ദൈവം, വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം കേൾപ്പിക്കുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. അത് കൊടുങ്കാറ്റിലും സമുദ്രത്തിലും മരുഭൂമിയിലും ഉള്ള വഴിയാണ്. ആ വഴിയെ തടയാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ദൈവം തുറന്നാൽ അത് തുറന്നതാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നാണ്. അവിടുന്ന് നിർണയിച്ചാൽ തിരുവെഴുത്ത് പറയുന്നു, അതിനെ ദുർബലമാക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ കൈ നീട്ടിയിരിക്കുന്നത് മടക്കുന്നതാര് എന്ന് ചോദിക്കുന്നത് ഇന്നും നമുക്ക് വേണ്ടി ആ വീര്യമുള്ള ഭുജം നീട്ടിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യോ. കുറുകിപ്പോകാത്ത കരം, വീര്യം പ്രവർത്തിക്കുന്ന ഭുജം, ഉയർന്നിരിക്കുന്ന ഭുജം, താങ്ങുന്ന ഭുജം, ശക്തിപ്പെടുത്തുന്ന ഭുജം എന്നും നമ്മോട് കൂടെയുണ്ട്. സഹോദരങ്ങളെ, പ്രതിസന്ധികളെ അല്ല നോക്കേണ്ടത്, സൃഷ്ടിതാവായ ദൈവത്തെ, സകലവും പരിഹരിക്കാൻ കഴിവുള്ളവനെ ഇന്നു പകൽ നോക്കാൻ തയ്യാറാകുമെങ്കിൽ ധൈര്യം ചോർന്നു പോവില്ല. ഒരു വലിയ പ്രത്യാശ നമ്മുടെ അകത്തുണ്ട്. ഇന്നലെ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും. ഞങ്ങൾ ആ കർത്താവിൽ ആശ വച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി കൊണ്ട് ദൈവം നമ്മെ അലങ്കരിക്കും എന്നുള്ളതിന് സംശയമില്ല. വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്നും പ്രഖ്യാപനം ചെയ്യാൻ നമുക്കിടയാവണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ ഒരു കാലഘട്ടത്തിലും സഹോദരങ്ങളെ പരാജയമുണ്ടാകത്തില്ലെന്ന ഒരു അറിവ് ഇന്നും ഉണ്ടാവണം. വളരെ സുബദ്ധമായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 19-ാം വാക്യം, മറിയെ സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. നമുക്കറിയാം, ചരിത്രമെല്ലാം അറിയാം. യേശു വളരെ സ്നേഹിച്ച ഒരു കുടുംബമാണ് ലാസറിന്റെ കുടുംബം. യേശു അവിടെ വരാറുണ്ടായിരുന്നു, അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു. ലാസർ ദീനമായി കിടന്നു. ലാസർ ദീനമായി കിടന്നപ്പോ മാർത്തയും മറിയയും യേശുവിന്റെ അടുക്കലേക്ക് ആളെ അയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശു ഇത് കേട്ടിട്ട് അന്നേരം പോയില്ല. യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രയുന്നു. പ്രിയരെ, ചില പ്രതിസന്ധികൾ വരുന്നത് നമ്മുടെ എൻഡിനു വേണ്ടിയല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാണ്. നമുക്ക് ചിന്തിക്കാം, അന്നേരം ഒരു വിടുതൽ വന്നില്ലോ. അന്നേരം വിടുതൽ വരുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. അല്പം വൈകിയെന്ന് തോന്നിയാലും അത് ഏറ്റവും ശ്രേഷ്ഠമാകും, അത് പ്രസിദ്ധമാകും, ലോകത്തിന്റെ മുമ്പിൽ അടയാളമാകും. എന്നിട്ട് യേശു വന്നില്ല. നമ്മളാണെങ്കിൽ നിരാശയകത്ത് വരും. ഇത്രയും നാള് പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉപവസിച്ചിട്ടും എന്റെ ഒരു വിഷയം വന്നപ്പോൾ ദൈവപ്രവൃത്തി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന നിർത്തും, ആരാധനയ്ക്ക് പോവില്ല. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു പിന്നീട് അവിടേക്ക് പോവുകയാണ്.
ലാസർ മരിച്ചു, 4 ദിവസമായി. ശിഷ്യന്മാര് ചോദിച്ചു, എന്തിനാണ് ഇനി അങ്ങോട്ട് പോകുന്നത്? യേശു പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുകയാ. അവർ വിചാരിച്ചു ലാസർ ഉറങ്ങുകയാ, ഉണർത്താനാ പോകുന്നു. പക്ഷെ യേശു ലാസറിന്റെ മരണത്തെ പറ്റിയാണ് സ്പഷ്ടമായിട്ട് സംസാരിച്ചത്. യേശു ഒരിടത്ത് പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. അതിന്റെ 17-ാം വാക്യം ശ്രദ്ധിച്ചാൽ, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. പ്രിയരെ, സമയം പോയി എന്ന് നീ പറയുന്ന നിന്റെ ടൈം ദൈവം അറിയുന്നു. ഇനിയൊന്നും നടക്കത്തില്ല. 4 ദിവസമായി നാറ്റം വെച്ചു. ഇത് യേശുവിനറിയാം. നീ ഇന്ന് പകൽ കണക്കൂട്ടൽ നടത്തി, ചില കണക്കൂട്ടലുകൾ കഴിഞ്ഞു, പരിധി കഴിഞ്ഞു, നിയന്ത്രണം എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഈ വിഷയത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ചിന്ത എന്റെ യേശുവിനറിയാം. ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഒരു വിടുതൽ ഇതിനകത്തുണ്ടാവില്ല, ഒരു ദൈവപ്രവൃത്തി കാണും. പക്ഷെ യേശുവിന് ഇതറിയാം. മറ്റേ ഭാഗം നമ്മൾ ചിന്തിച്ചത്, മാർത്തയും മറിയയും ഒക്കെ ആശ്വസിപ്പിക്കാൻ പലരും അവിടെ വന്നു. എന്നുവെച്ചാൽ ഈ വിഷയത്തിന് ഇനി ഒരു വിടുതൽ ഉണ്ടാവില്ല, നിങ്ങളങ്ങ് ആശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ഈ വിഷയം ഒരിക്കലും ഇനി കാണാൻ പറ്റത്തില്ല, ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് ചിലര് വന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ഓർത്തോ, ഇപ്പുറത്തൊരു വന്ന് നിൽപ്പുണ്ട് കേട്ടോ, അവനെ വെച്ചത് എവിടെ, നിന്റെ സബ്ജക്റ്റ് എവിടെ? അവിടേക്ക് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവർത്തിച്ച് പറയുന്നു, സമയം കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു, നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ എന്ന് കണക്ക് കൂട്ടി നിൽക്കുന്ന ചിലരോട് പറയുന്നു, നീ സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ ടൈം വരുന്നത്. നീ തീർന്നു എന്ന് പറയുമ്പോഴാണ് ദൈവം തുടങ്ങുന്നത്. നോക്കൂ, യേശു ചോദിക്കുക, അവനെ വെച്ചത് എവിടെ? കല്ലറയിലേക്ക് വരികയാ. യേശു കല്ല് മാറ്റാൻ പറയുക. ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, കല്ല് വെച്ചവനെ കൊണ്ട് തന്നെ യേശു കല്ല് മാറ്റിക്കും. എന്നിട്ട് നോക്കൂ, അടുത്തത് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിക്കുക. യേശുവിന്റെ ശബ്ദത്തിങ്കൽ നിന്റെ വാഗ്ദത്തം പുറത്തു വരും. ആര് കല്ല് വെച്ചാലും, ആരെഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞാലും, കഷ്ടമായിപ്പോയെന്ന് പറഞ്ഞാലും, യേശുവുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രതികൂലമെന്ന് ചോദിച്ച് നീ അറിയാതെ നിന്നെ വിമർശിക്കുന്ന ചിലർക്ക് ഒരു മറുപടിയുമായി സ്വർഗം വന്നിട്ടുണ്ട്. യേശു നിന്റെ വാഗ്ദത്തത്തെ വിളിക്കുകയാണ്. ഒറ്റ വിളി, ലാസറേ. തടയാൻ ആർക്കും കഴിഞ്ഞില്ല, ദിവസത്തിന് കഴിഞ്ഞില്ല. നാറ്റം വെച്ചു എന്ന് പറഞ്ഞ ആ പരിമിതിക്കകത്ത് ഒതുങ്ങിയില്ല യേശുവിന്റെ വിളി. ആ വിളിയുടെ മുമ്പിൽ ലാസർ പുറത്തു വരിക. എന്നിട്ട് യേശു പറയുക, കെട്ടഴിപ്പിൻ. കെട്ടിയവനെ കൊണ്ട് തന്നെ കെട്ടഴിപ്പിച്ച് നിന്നെ മൂവ് ചെയ്യിപ്പിച്ച് ദേശത്ത് അടയാളമാക്കാൻ, ദേശത്ത് പ്രസിദ്ധമാക്കാൻ. ലാസർ മുഖാന്തരം അനേകർ കർത്താവിനെ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ നിന്റെ വിടുതലുകൾ, നിന്റെ കുടുംബത്തിന്റെ വിടുതലുകൾ, തലമുറയുടെ വിടുതലുകൾ, നിന്റെ ശരീരത്തിന്റെ വിടുതലുകൾ, ചിലർ കർത്താവിനെ അറിയാൻ, കർത്താവിങ്കലേക്ക് തിരിയാൻ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ, പരിശുദ്ധാത്മാവിൽ ചില പ്രവർത്തികൾ നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്തണമെന്നുള്ളപ്പോൾ നിരാശയുടെ വാക്കുകൾ മാറ്റിവെക്കൂ. എന്താണ് ആദ്യം ഇത് സംഭവിക്കാഞ്ഞതെന്ന് ചോദിക്കാതെ, കർത്താവേ, അങ്ങയുടെ ടൈം റൈറ്റ് ടൈമാണ്. കാനാവിലെ വീട്ടിൽ അതാണ് സംഭവിച്ചത്. റൈറ്റ് ടൈമായപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? ഇന്ന് പകൽ സമയം തെറ്റത്തില്ല സഹോദരങ്ങളെ. നമുക്കാണ് സമയം കഴിഞ്ഞെന്ന് പറയുന്നത്. അവിടെ ദൈവം പറയില്ല, ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ വാക്ക് ഉറക്കെ വിളിക്കുകയാ, നിന്റെ സബ്ജക്റ്റിനെ വിളിക്കുകയാ. എഴുന്നേൽക്കത്തില്ലെന്നും മൂടപ്പെട്ടെന്നും നാറ്റം വെച്ചെന്നും ചർച്ചയായ വിഷയത്തെ ഒറ്റ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവന്റെ ശക്തിയുടെ വലിപ്പം ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിൽ അറിയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകൾ അഭിഷക്തന്മാരിൽ അറിയട്ടെ. ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേർ അത് ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് മുൻവിധികൾ, വിധിയെഴുത്തുകളെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ചില കല്ലുകൾ കർത്താവ് ഇന്ന് പകൽ നീക്കാൻ കമാൻഡ് കൊടുക്കുക.
ആര് കല്ലുവെക്കട്ടെ, എത്ര ശക്തനായവൻ കല്ലുവെച്ചാലും അവനെ കൊണ്ട് നീക്കിക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുത്തത്തിൽ നിന്ന് വാദിക്കുന്ന വാദങ്ങൾ പൊളിയുകയാ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിന് സ്തോത്രം. പലരും ആശ്വസിപ്പിക്കാൻ വന്ന് ഈ സബ്ജക്റ്റിന് എഴുന്നേൽക്കത്തില്ലെന്ന് പറയുമ്പോൾ, ഇല്ല, പരിധി കഴിഞ്ഞു എന്ന് പറയുന്ന, സമയം കഴിഞ്ഞു എന്ന് പറയുന്ന, കാലം പഴകിയെന്ന് പറയുന്ന വിഷയത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവന്റെ സാന്നിധ്യം ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുന്നു. സൗഖ്യമാകട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, തുറന്നു വരട്ടെ. ചിലത് ഇന്ന് പകൽ എഴുന്നേൽക്കുന്നതിന് സ്തോത്രം, ബലം വ്യാപരിക്കുന്നതിന് സ്തോത്രം, മൂവ് ചെയ്യുന്നതിന് സ്തോത്രം, ദേശത്ത് അടയാളമാകുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിനെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, വിടുതലിന്റെ ദൈവം, എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഫുൾ സ്റ്റോപ്പ് ഇട്ടടുത്ത് ഇതാ ദേശത്ത് നിങ്ങൾ ഒരു പ്രശംസാ വിഷയമാകുന്നു. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിക്കുന്നു.